ആ മുതലാളി അവിടെ ഇരിക്കണ്ടടാ. നല്ല മൂടിലാ തോന്നുന്നു. നിർത്തി കാണ്ട് കേട്ടണ്ട. പിന്നെ ഇൻഷൂർ എല്ലാം എടുത്തല്ലോ. മുതലാളി ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണ്ടീന, അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്റെ വണ്ടിന്റെ പേപ്പറും ഉണ്ട്, ഇവന്റെ പേരന്റെ ആധാരവും ഉണ്ട്. എന്തിപ്പോ ഇത്ര വലിയ അത്യാവശ്യം രണ്ടാക്കും? ഏതായാലും വരി, ഇങ്ങോട്ട് അകത്തേക്ക് വരി. പൈസന്റെ കാലിപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയല് മുതലാളി, ഇത് ഞങ്ങളൊരു അഭിമാന പ്രശ്നമാണ്. എന്ത് അഭിമാന പ്രശ്നം? ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ലേ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത പ്രശ്നം എന്താ ഇപ്പൊ നിങ്ങക്ക്? ഞങ്ങള് നാട്ടിലെ വലിയ മെസ്സി ഫാൻസ് ആണ് മുതലാളി. അപ്പൊ മെസ്സി കേരളത്തിലേക്ക് വരുമ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. മെസ്സി വരുന്നതിനൊക്കെ ഇവിടെ പണയത്തിന് പൈസ കൊടുക്കാൻ നിൽക്കുക. ഇവിടെ കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ പറയരുത് മുതലാളി. എന്റെ ഓട്ടോറിക്ഷ വെച്ചിട്ട് എനിക്കൊരു 50,000 ഉറുപ്പിയും ഇവന്റെ പേരന്റെ ആധാരം വെച്ചിട്ട് ഇവന് 2 ലക്ഷം ഉറുപ്പിയും. അതെന്താ ഇപ്പൊ രണ്ടാൾക്ക് 2 മാതിരി? ഒരാൾക്ക് 50,000, ഒരാൾക്ക് 2 ലക്ഷം. അത് മുതലാളി, പിന്നെ ഞാനാണ് ഇവിടുത്തെ ഫാൻസിന്റെ പ്രസിഡന്റ്. അപ്പൊ എനിക്ക് 2 ലക്ഷം കിട്ടിയ മുന്നിലിരിക്കുക. ഇപ്പൊ ഞങ്ങളെ ഫാൻസിന്റെ മെമ്പറാണ്. അപ്പൊ ഓന 50,000 ഉറുപ്പിക്ക് ബാക്കിൽ ഇരുന്നോളൂ. പോയിക്കോളി അവിടെ. ഞങ്ങൾക്ക് എത്ര പലിശ വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ടിക്കറ്റിനുള്ള പൈസ തരണം. അതല്ലേ മുതലാളി, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഞങ്ങൾക്ക് തരണം. പ്ലീസ് പ്ലീസ്, ഞങ്ങൾക്ക് കാണാനുള്ള പൂതിയോണ്ടല്ലേ. നീച്ചി കാൽമ നീച്ചി പണ്ടാരടങ്ങാന് പൈസ ഞാൻ തരാം. നീച്ചി പേപ്പറൊക്കെ റെഡി അല്ലേ? നിങ്ങട്ടാ പൈസ കറക്റ്റ് പലിശയും മുതലും കറക്റ്റ് അടച്ചോളി കേട്ടോ. പിന്നെ ടിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുതേ. ഏതായാലും കുറച്ച് പൈസ കൊടുത്താലും എന്താ, ടിക്കറ്റിനുള്ള കാര്യമായല്ലോ. പിന്നെ നമുക്ക് അങ്ങാടിയിൽ വലിയ ഫ്ലക്സ് വെക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി വെച്ചാണ്ട് ടിക്കറ്റ് വാങ്ങണേന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചാൽ വിളിക്കണം. എല്ലാവർക്കും ഇങ്ങോട്ട് കുരു പൊട്ടണം. അബ്ബാ, ഈ സംഗതി സകല വാട്സപ്പ് ഗ്രൂപ്പിലും ഇടണം കേട്ടോ. നമുക്ക് മൊത്തത്തിൽ അറിയിക്കണം. കുടുംബ ഗ്രൂപ്പിലും അങ്ങാടി ഗ്രൂപ്പിൽ ചിട്ടാളെ കേട്ടാ. മൊത്തം എല്ലാരും ഇട്ടാ അറിയിക്കണം. എടാ ഫ്ലക്സ് നമുക്ക് കട്ടൗട്ട് ആക്കിയാലോ അല്ലേ? കട്ടൗട്ട് ആക്കാം, അതാ നല്ലത്. എടാ വണ്ടി നിർത്തിയ എടാ പണി പാടില്ല. ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണിത്. അർജന്റീന ടീമിന്റെ ഇന്ത്യൻ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണ് എന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എടാ നമ്മളാ പൈസയും പലിശയും എല്ലാം കൂടി പണി പാളിയാ. എടാ എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ശ്വാസം കിട്ടണില്ല. ഇത് കണ്ടു പടച്ച തമ്പരാന്റെ പണി പാളിയാ. അത് പഴയതാടാ. ഫേസ്ബുക്കിലിതാ വരുന്ന് വരയിക്കാരല്ലേ? വരാതെ വരയിക്കൂലേ? ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന അർജന്റീന ഓസ്ട്രേലിയ സൂപ്പർ പോരാട്ടം നവംബർ 17 തന്നെ നടക്കുമെന്ന് റിപ്പോർട്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ്.